ഇതൊക്കെ ഒരു രസമല്ല ചേട്ടാ. യെസ്, ബിണിച്ചേട്ടൻ വന്നു ഗൈസ്. ബിണിച്ചേട്ടൻ വന്നു. പ്രൊഫസർ കാലരി ബിനു ലാൻഡഡ്. എന്താണ് ചേട്ടാ പെരുവനംപുരം വിശേഷം? ഓടിയ പറയൂ. അതെ അതെ. എവിടെയായിരുന്നു വീഡിയോ എടുക്കുന്ന നേരത്ത്? അപ്പൊ കടന്നു ഇവർക്ക് ആനകളെ കിടത്തി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നാൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല. പിന്നെ അത് കഴിയുന്നതാണ്. കിടന്നാലിതല്ല, ഇനിയിപ്പോ ഇവൻ ആനാവും, ഇവനാക്കുവാന ആക്കിയെടുത്ത പിന്നെ എനിക്കിത്തിരി നേരം ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് മാറണമെങ്കിൽ മാറാം. അവർക്ക് ചപ്പാക്കി ഇടണം. ഉഷാറല്ലേ? ആ പിന്നെ പിള്ളേരൊക്കെ അടിപൊളി. അവന്റെ കയ്യും കാലം പിടിച്ചിട്ട് അനിരുദ്ധ പാപ്പാനെ ഒന്ന് ആന കഴുകാൻ വിളിച്ചില്ല. എന്റെ പൊന്നെ, വലിയ ആളായില്ലേ, വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ട്. രാജനാഥ വന്നോണ്ട് കാണാൻ വന്നതാ. അതെ, അങ്ങനെ കിട്ടിയതേ. അങ്ങനെ കിട്ടിയതാ. മുതൽ ഞാൻ വന്നാരണം കൊണ്ട് കിട്ടിയതാ. ചെറിയാരോ അതുണ്ട്, കാണാനില്ലേ അത്? എന്താണാ വർഗംപുളിയെ? എന്റെ പട്ടീനെ കടിച്ചാ? ആ പട്ടീനെ മോന്തേ ഒരു കടി കൊടുത്തേ. അടി കൊടുക്കാനല്ല പറഞ്ഞേ, ഒരു കടി കൊടുക്കാനാ പറഞ്ഞേ. വടി എടുത്തിട്ട് അടിക്കാൻ പോണ അതിനാ നീ അച്ഛനോട് പറഞ്ഞ കൂട്ടാ. എപ്പോഴാണ് പരിപാടി കാര്യങ്ങള്? നമ്മള് 5 മണിയാകുമ്പോൾ ഇവിടുന്ന് പോവും. അപ്പത്തേക്ക് അവിടെ ആനകളൊക്കെ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വൈബ് പരിപാടിയാണ്. നിങ്ങൾ അത് പൂരം ആസ്വദിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ചെല്ലിൻ്റെ ഇടത്തെ ഭാഗത്തോ വലത്തെ ഭാഗത്തൊക്കെ ആയിട്ടും, ഇടത്തെ ഭാഗത്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവിടെ ഒരു ആലുണ്ട്, ഒന്നല്ല 2-3 ആലുണ്ട്. അതിൻ്റെ അവിടെ ഇരിക്കുക. എന്നിട്ട് ഓരോ ആനകൾ ഇങ്ങനെ വരും, മേളമൊക്കെ ആയിട്ട്. അച്ചാരം വരുന്ന ആനകൾ ഇങ്ങനെ വരുന്നു പോണു, ആനകൾ വരുന്നു, കോല ഇറക്കുന്നു, ആനകൾക്ക് വെള്ളം കൊടുക്കുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ എന്നിട്ട് തന്നെ പൂരം നല്ല മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുക. ആനകളിങ്ങനെ നിരന്ന് നിന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് നിന്നിട്ട് ഏറ്റവും അറ്റത്ത് നിന്നിട്ട് പൂരം കണ്ടിട്ടുണ്ടാവും. ഈ ആനകളെ കാട്ടിക്കയറ്റി വിടണം വിമർശിക്കുന്ന ആൾക്കാരില്ലേ, നിങ്ങളൊന്ന് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കൂ, കണ്ടു നോക്കൂ. അതെ, ഒന്ന് വന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് പറയും. പിന്നെ ഈ വേറെ കാര്യമുണ്ട്, ആകെ ഈ ഒരു 3-4 മാസത്തെ ഉള്ളു പരിപാടി. 3-4 മാസം പരിപാടി ഉണ്ട്. 3 മാസമൊക്കെ ഇപ്പോൾ ഉള്ളു പരിപാടി. 4 മാസം ഡേറ്റുകളൊക്കെ കയറി ഇറങ്ങി വന്നിട്ട് അത് കഴിഞ്ഞ് 5-8 മാസം കയറി നിൽക്കുക. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആനകൾക്ക് ഭക്ഷണം കൊടുത്ത് കാര്യങ്ങൾ കൊടുത്ത് റെസ്റ്റ് കൊടുത്ത് യാതൊരു ഇതും ഇല്ല. പിന്നെ ഈ സീസണിൽ ഈ 6 മാസമാണ് ഇതിനെ തീറ്റി പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പം അതിനെ വിമർശിച്ചിട്ട് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലത് ഇതിങ്ങനെയാണ്. ഇത് ഇപ്പം ഇവിടുത്തെ പൂരം തന്നെ 1444-ാമത്തെ പൂരമാണ്. നമുക്ക് എത്ര വർഷം ചിന്തിച്ചു നോക്ക്. നമ്മുടെയൊക്കെ 15 വർഷം 16 വർഷത്തെ തലമുറയ്ക്ക് മുന്നുള്ളത് തൊട്ടിട്ട് ആചാരമാണ്. നിങ്ങൾ ഈ പെട്ടെന്ന് വന്നിട്ട് ഇതിനൊക്കെ വേണ്ട എതിരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആരെങ്കിലും സമ്മതിക്കുമോ? ജസ്റ്റ് ഒന്ന് വന്ന് ആ പൂരപ്പറമ്പിലേക്ക് ഒന്ന് വന്ന് നോക്കുക. അമ്മമാരായാലും കുട്ടികളായാലും ചേച്ചിമാരായാലും പെങ്ങന്മാരായാലും അവരൊക്കെ വന്ന് നിന്ന് അതൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് അവരെത്ര സന്തോഷമായിട്ടാണ് പോണേ. നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ പിടിപിടി എന്ന് പറയണ കാരണം കൊണ്ടാണ് ഈ പ്രശ്നം. അതെ,
നിങ്ങൾ അതൊക്കെ ഒന്ന് വന്ന് ആസ്വദിച്ച് നോക്കിയേ. അവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പിന്നെ അടിപൊളി. എനിക്ക് പറഞ്ഞാൽ കേൾക്കാൻ വലിയ വിഷമമുണ്ടോ? ഞാനിവിടെ നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപടി പാലിച്ചിട്ടാണ് ഞാനും എൻ്റെ മുതലാളിയും ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ മൃഗീയമായിട്ട് ഒരാനേനെയും ഞങ്ങളിവിടെ പീഡിപ്പിക്കുന്നില്ല. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഇതാക്കി ഒരു സ്ഥലത്ത് പോലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വലത്തെ സൈഡിൽ കന്നത്തിൻ്റെ അവിടെ വലിയൊരു മുഴയായിരുന്നു. ആ മുഴ മാറ്റിയിട്ട് ആ മുഴ ഇപ്പോൾ മാറി അതിനകത്ത് ആ മുറിവ് ഉണങ്ങേണ്ട ടൈമുണ്ട്. അപ്പോൾ ആ മുറിവ് ഉണങ്ങാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അത് കരി വെച്ച് അടച്ചു വെക്കുക. ആരും കാണാണ്ട് കരി വെച്ച് അടച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം പോകാണ്ട് ആനയ്ക്ക് അത് ആ വെള്ളം അതിൽ കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ അത് ഇറിറ്റേഷൻ അതിന് വേദന എടുക്കും. അതുകൊണ്ടാണ് ഞാനത് തുറന്ന് മരുന്ന് വെച്ചിട്ട് തുറന്ന് വെച്ചേക്കണം. അതുകൊണ്ടാണ് ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതാരെങ്കിലും കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് നിൽക്കണം. എനിക്ക് വേണമെങ്കിൽ അതെന്താ കരി വെച്ച് അടയ്ക്കാൻ പാടില്ല. ഒരു വെള്ളം വരില്ല, ഒരാളും കാണില്ല. ഞാൻ എന്തിനാണ് ചെയ്യണത്? എൻ്റെ ആനയ്ക്കത് കേടാണ്. ഞാൻ ഇവിടെ ഒന്നും ഒളിച്ചു നോക്കിയാറില്ല. എനിക്കൊരു 1.5-2 മാസത്തെ സമയം കൂടി ഞാൻ ആ മുറിവ് ഉണക്കിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ കിടക്കതാകുമ്പോൾ ഒരു മുഴയുണ്ട്, അത് നമ്മൾ മാറ്റും. ഇതുപോലെ തന്നെ ഇവിടെ വലിയൊരു മുഴയുണ്ട്, മുഴയായിരുന്നു ഇത് മാറ്റി. ഇതിന് എവിടെയെങ്കിലും വല്ല പാതരോഗം ഉണ്ടോ നോക്കി. ഈ കാലിൻ്റെ ഇത് പാതരോഗമല്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു പാതരോഗം ഉണ്ടോ നോക്കി നോക്കൂ. ഈ അമ്മരെ നോക്കി ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പാതരോഗം ഇല്ല, ഇതിനുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഞാൻ ഈ ആനേനെ ഡെയിലി ഒരു 6-7 കിലോമീറ്റർ ഡെയിലി നടത്തും. അതും കുറച്ച് വെയിലുള്ള സമയത്ത് നടത്തുന്നു. കുറച്ച് വെയിലുള്ള സമയത്ത് നടത്തുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ ശരീരം ഈ റോഡാകുമ്പോൾ റോട്ടിൽ നിന്ന് ചൂട് അതിൽ നടക്കുമ്പോൾ ആ ചൂട് കിട്ടും. ഈ ചൂട് ഇരിക്കുമ്പോൾ അതിനകത്ത് ഒരിക്കലും ഈ പറഞ്ഞ അതൊരു വൈറസാണ്. ആ വൈറസിന് അതിൽ ജീവിക്കാൻ പറ്റില്ല, അത് ചത്തു പോവും. മനസ്സിലായോ? അപ്പം നമ്മളങ്ങനെ ഓരോന്നും നോക്കി ഓരോ ഭാഗത്ത് എന്താ കേട് ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മാറ്റും, നന്നായിട്ട് ഇരിക്കുന്നത്. ആ കണ്ണിനൊരു വെള്ള കയറിയിട്ടുണ്ട്, അതിന് കാഴ്ച കുറവല്ല, കണ്ണിൽ വെള്ള കയറി എന്ന് പറയും, വെള്ളെഴുത്ത്. അത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള മരുന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വടക്കന്നാളെ കൂട്ടിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ദൈവം അനുഗ്രഹം സാധിച്ചാൽ ഞാൻ വരും ആനേനെയും കൊണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴേ പണിയെടുത്ത് തുടങ്ങി. അയ്യോ ബബിൾക്ക് ഇറങ്ങി പോയാ അപ്പൊ ചത്തു പോവും. അവരെ എല്ലാത്തിനും പിടിക്കണം, അടച്ചു പിടിക്കലടാ. കണ്ടെല്ലാവരും കണ്ടേ അല്ല ഒരാള് നിലത്തിരിക്കുന്നുണ്ട്. പിള്ളേരുകളൊക്കെ ആനകളെ കാണാൻ വന്നേക്കാം. ഇനി ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ആനകളെ കൊണ്ട് ഭയങ്കര ധൈര്യം. അപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരുകളൊക്കെ ഇങ്ങനെ വരും ആനനെ കാണാൻ. പിന്നെ ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതൊക്കെ ഉണ്ടോ പൊക്ക ഓടിക്കോ എന്ന് പറയും. ഇവിടെ അങ്ങനെ ആരും പറയാനൊന്നുമില്ല. ഇവിടെ അയച്ചിട്ടേക്കാണ്, ഇവിടെ ആർക്കും വേണമെങ്കിലും വരും. ഇവിടെ അങ്ങനെ വിഷയമൊന്നുമില്ല. പക്ഷെ വരണവര് അതിൻ്റെതായ മര്യാദകൾ കാണിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കൊടുക്കാലോ. തൊടാനൊന്നും പറ്റില്ല, പോയിക്കണം അവിടെ. അവിടെ കഴുത്ത് കിട്ടാം കുറച്ച് കേട്ടോ, അവിടെ പോയിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും സീസണൊക്കെ കഴിയട്ടെ, എന്നിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെല്ലാം കൂടെ ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാൻ പറയട്ടെ. ഇപ്പൊ ഈ സംഘടനയൊക്കെ നല്ലതൊന്നും ഇല്ലയെന്നൊന്നും പറയാനില്ല. എന്നെയൊക്കെ വെറുതെ എന്തോരായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയെന്നറിയോ. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വീഡിയോസുകൾ എൻ്റെ ഈ ആനയുടെ വീഡിയോ ഷെയർ ചെയ്യണത് അവരാ. കാരണം അവർക്കത് മനസ്സിലായി, നമ്മളൊക്കെ ഈ മേഖലയിൽ ഇവറ്റകളെ ഉപദ്രവിച്ചപ്പോൾ ഒരു കാര്യത്തിനൊന്നും നമ്മൾ നിൽക്കില്ല എന്നുള്ളത് ഈ സംഘടനയിലെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റവും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാരുകൾ ആനകളെ നോക്കി തുടങ്ങിയതും, കുറേ ആൾക്കാർക്ക് കുറച്ച് വെളിവും ബോധമൊക്കെ വന്നു തുടങ്ങിയതും, ആനകളായിട്ട് നോക്കി തുടങ്ങിയതും, ഇങ്ങനെ സംഘടനകൾ കുറച്ചും കൂടി രൂക്ഷമായ കാരണം കൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു ആനക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു മുതലാളിനെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിട്ടല്ല, ഞാൻ സാധാരണ ഒരാളായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഇവരെ പേടിയുള്ളത് കൊണ്ട് കുറേ ആനകളൊക്കെ സന്തോഷമായിട്ടിരിക്കും. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇതിൽ കുറ്റം പറയും. ഞാൻ കണ്ട കാര്യം പറയും, അതായത് അത് ഞാൻ കുറ്റമായിട്ടല്ല പറയുന്നത്. അവരെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. പിന്നെ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വേറെ ഒന്നും അല്ലെങ്കിൽ മിണ്ടി കഴിഞ്ഞ് ചെറിയ കാര്യങ്ങൾക്കൊക്കെ പരാതി കൊടുത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സാറന്മാർക്ക് ഒരു നിരന്തരം പരാതി കൊടുക്കുമ്പോൾ അത് എടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുക്കണതാണ്. അത് പരാതി കൊടുത്തിട്ട് നിങ്ങളങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ സേഫായി നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞങ്ങളിത് മാസം ഈ കേസിന് വിളിക്കുമ്പോൾ പോകണം. 10-12 കൊല്ലം ഇതിൻ്റെ പിന്നാലെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ
നമുക്ക് എന്നിട്ട് പറയും ഒരു ചലാനം എടുത്തിട്ട് നിങ്ങൾ പൊക്കോളാൻ പറയും. ഞങ്ങളെ പോലെയുള്ളവർ ഉപദ്രവിക്കില്ലേ? ഞങ്ങൾ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടാറാൻ ഞങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കണം, ഞങ്ങളുടെ കാര്യം നോക്കി പോകണം. നിങ്ങൾ വേറെ റേഞ്ചിൽ പിടിക്കും. ഞങ്ങളെ തൊഴിലാളികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടായോ എല്ലായിടത്തേക്കടെ ജീവിച്ച് പൊക്കോട്ടെ, അരി മേടിച്ചോട്ടെ. വലിയ പൈസ ഒന്നും കിട്ടാനില്ല ഇതും കൊണ്ട് നടന്നിട്ടൊക്കെ. വേറെ ഒന്നും വേണ്ട, ഒരു മാനസിക പരിഗണന ഈ തൊഴിലാളികളോടൊക്കെ ഒന്ന് കാണിക്കും. എന്നോട് കാണിക്കണ്ട. ഞാൻ എന്ത് വന്നാലും നേരിടാൻ ഞാൻ ഒറ്റയ്ക്ക് നടക്കണമല്ലോ. എനിക്ക് എന്ത് തേങ്ങ നോക്കാനായി? 40-42 വയസ്സായി, ഇനി ഒരു തേങ്ങ നോക്കാനില്ല. പക്ഷെ അങ്ങനെയല്ല, അല്ലാത്ത കുറേ അത്താഴ പശുക്കാർ പാവങ്ങളുണ്ട് ഈ ഒരു മേഖലയായിട്ട് നടക്കണുണ്ട്. ഏറ്റവർക്കൊന്നും വേറെ ഗതിയില്ലാത്തതുകൊണ്ടാണ് വിട്ട് പോകാത്ത, അല്ലെങ്കിൽ അവർക്ക് പണിയെടുത്തി പോയാൽ അവരൊന്നും ഉപദ്രവിക്കാതിരിക്കുക. അവർക്ക് ഇതുള്ള ആശ്രയം. ഞാൻ പറഞ്ഞത് ഈ ആനകളെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളോട് വന്നോ നേരിടാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ ഈ ആനകളെ ഉപദ്രവിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ പൂരൊക്കെയാണ്, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത തൊണ്ടി പരിപാടിയൊക്കെ ആയിട്ട് വരില്ലേ? ചടങ്ങുകളാണ്, ആചാരങ്ങളാണ്, അതങ്ങനെ തന്നെ സംരക്ഷിക്കണം. അതിനൊക്കെ നമുക്ക് ഭാഗമാണ്. ഇത്രയും വർഷങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങൾ നമ്മൾക്കൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളത് അടിപൊളിയായിട്ടിരിക്കുന്നത്. പാമ്പാടി രാജന്റെ ഇടച്ചട്ടക്കാരൻ മനോജ് അവൻ എന്തൊക്കെയാ നമ്മളെ വന്നിട്ട് വെല്ലുവിളിക്കുക. ഇങ്ങോട്ട് വായോ, വായോ വരില്ലാന്ന്. ആ മനോജാണ്, കൊല്ലമോടാണ് വീട്. അല്ല ഇല്ലില്ല, നമ്മുടെ ചാനലിൽ അങ്ങനെയില്ല. നമ്മുടെ ചാനലില് നമ്മുടെ പിള്ളേരാണ് മെയിൻ. ഓക്കെ, അവറ്റോട് പണിയെടുക്കണമെന്ന് ഞാൻ അവിടെ നിൽക്കാണ്. അപ്പൊ അവരെല്ലാം ആദ്യം നമ്മൾ നോക്കണ്ടേ. ഞാൻ പണിയെടുക്കില്ല. എന്റെ മോനെ എന്നോട് പറയാൻ എന്താ പറയോ? ചേട്ടാ ഇവരൊന്നും പണിയെടുക്കണ്ടോന്ന് നോക്കാനാ പറഞ്ഞാണ് എന്റെ അടുത്ത്. അയച്ചില്ല. അപ്പൊ പൂരത്തിന് വന്നത് എന്റെ കഞ്ഞിന് കൊണ്ട് വരുന്ന വന്നതാ. നമ്മളെ അകത്തുണ്ട് അവിടെ അകത്തിട്ട് കുപ്പിയിലാതെ വെക്കാൻ മതി. പിള്ളേരൊക്കെ നമ്മൾ ഇത്ര ഉള്ളപ്പോൾ തൊട്ടിട്ട് കാണണം. വലിയ ആനക്കാരായി ചെറുതായി തൊട്ടിട്ടുള്ള പിള്ളേർ നമ്മൾ കണ്ടു തന്നെ പിള്ളേരാണ്. നമുക്ക് ആനക്കാർ നമ്മുടെ പിള്ളേരല്ലേ. ആനക്കാരെല്ലാവർക്കും നമ്മളോട് ഭയങ്കര സഹകരണം. ഇന്നിപ്പോൾ ഇവിടെ വന്ന ആന മുഴുവൻ ആനയ്ക്കും, ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആനയ്ക്കും വേണ്ട ഭക്ഷണം, വേണ്ട വെള്ളം, കഴുകാനുള്ള സൗകര്യം, കിടക്കാനുള്ള സൗകര്യം, അവർക്ക് വേണ്ട ഭക്ഷണം, അവരുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനി ഒരു സ്ഥലത്ത് പോയാലും ആരും ചെയ്തു കൊടുക്കില്ല, ഞങ്ങൾ ചെയ്യും. കാരണം അതിഥി ദേവോ ഭവ, അതാണ് ഞങ്ങളുടെ പോളിസി. വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വന്ന മുഴുവൻ ആനകൾ സന്തോഷമായിട്ട് പോയേക്കണത്. ആവശ്യത്തിനുള്ള പുല്ല് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല തീറ്റ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി. തീറ്റയൊക്കെ ഞങ്ങൾ ശരിയാക്കി തരില്ല, അതൊന്നും ഓർത്ത് പേടിക്കും. ആറാട്ടുപുഴ ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് വെള്ളം കൊടുക്കണോ, നിങ്ങൾക്ക് ആഞ്ഞ നേരം കെട്ടണോ, നിങ്ങൾക്കൊന്ന് കിടന്നുറങ്ങണോ, നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോരാ മക്കളെ, ധൈര്യമായിട്ട്. ഞാൻ ഇവിടെ ഇല്ല ഇതാ. അപ്പം ആയിക്കോട്ടെ, ഞാനേ എന്നോട് മുതലാളി നോക്കാനാ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് നോക്കാം. മനോജടാ പെരുവനമ്പൂരം പറയ്, പെരുവനമ്പൂരം രണ്ട് വാക്ക് ഞങ്ങള് ഫേമസ് ആൾക്കാരെ വിളിക്കാറില്ല. ഞങ്ങളുടെ ചാനലിനെ അറിയാനിട്ടാണ് ഞങ്ങൾ പാമ്പാടി എന്റെ പാപ്പാനോട് വിളിക്കാനോടില്ല. എനിക്ക് സമാധാനം. 40 വയസ്സായി. 37 ആയില്ലേ? 2 വയസ്സ് കൂട്ടി പറഞ്ഞു. ഒരു 10-37 ആയില്ലേ? അതിനേക്കാളും നിങ്ങൾ ഒരു 5-6 കൊല്ലം ഞാൻ കഴിഞ്ഞിട്ടാ നീയൊക്കെ വന്നേക്കാം. ചേട്ടാ ട്രാക്കിന്ന് മാറി അല്ലേ? മനസ്സിലായില്ല. 37